ഹലോ അമ്മായി. ഓ, അപ്പൊ എന്റെ നമ്പർ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ അമ്മായി വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി വിളിക്കാതിരുന്നതാ. നല്ല കാര്യം. അതിരിക്കട്ടെ, ആ കൊച്ചെന്തിയെ? കൊച്ചോ? ആ അതെ. എന്താ, നീ പ്രസവിച്ച കുഞ്ഞിനെ നീ അങ്ങ് മറന്നുപോയോ? അത് കാർത്തിക്കിന്റെയോ വൈശാഖിന്റെയോ ആരുടെ കുഞ്ഞോ ആയിക്കോട്ടെ, അതിനെ എനിക്കിങ്ങ് വേണം. അയ്യോ, കുട്ടി എന്റെ കയ്യിലില്ലമ്മായി. ദേ, നിന്റെ അഭ്യാസം എന്നോട് ഇറക്കല്ലേ. നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. നീ ആ കുഞ്ഞിനെ വെച്ച് പല തരികിടകളും നടത്തുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അടുത്ത് നിന്റെ വേലയും കൊണ്ട് വരരുത്. അമ്മായി, അമ്മായിക്ക് എന്റെ കുഞ്ഞിനെ തരുന്നതില് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. മീനാക്ഷിക്ക് കുട്ടിയെ കൊടുക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എടി, മീനാക്ഷിക്ക് കുട്ടിയെ കിട്ടിയാലും മീനാക്ഷിയും കാർത്തിക്കും കൂടി ഒരുമിച്ച് ജീവിക്കാതിരുന്നാ പോരെ? ആ, അത് മതി. ആ, എന്നാ പിന്നെ കുട്ടി എവിടാന്ന് പറ. അല്ലെങ്കിലേ നീ അതിനെ ഇങ്ങോട്ട് കൊണ്ടുതാ. നിന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതിന് കുഞ്ഞിന്റെ കയ്യിലില്ലമ്മായി. എന്നെ കൊണ്ടൊരു കടുങ്കൈ കൂടി ചെയ്യിച്ചേ നീ അടങ്ങൂ. അമ്മായി, ഞാൻ പറഞ്ഞത് സത്യമാ. കോടതി ഉത്തരവും കൊണ്ടുവന്നവര് കുഞ്ഞിനെ കൊണ്ടുപോയി. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് കഥ. ആ, എന്നിട്ട് ആ സഹീറ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോളി, മോളി, നീ പുറത്ത് ചെന്നൊന്ന് നോക്കിയേ. ആ, ഹലോ അമ്മായി. ആ, നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. ആ